ചിലവുകളൊന്നും ഇല്ലാത്തൊരു വൺ ഡേ ട്രിപ്പ്. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിനൊരു കാരണമുണ്ട്. എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്, എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ നിൽക്കുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ എല്ലാവരും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സലാഡ് ഉണ്ടാക്കണം. പക്ഷേ അത് നമ്മൾ ഇവിടെ നിന്നല്ല അപ്പുറക്കരയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഈ പാടത്തിൻ്റെ അങ്ങേക്കരയിലേക്ക് നമ്മൾ നടന്നു പോവാണ്. പക്ഷേ നമുക്ക് തോന്നിയ പോലെ ഒരു പാടത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അതിന് നമ്മൾ ഈ വീട്ടുകാരോട് അനുവാദം ചോദിക്കണം. അതൊക്കെ ചോദിച്ച് സെറ്റാക്കിയിട്ട് നമ്മളെല്ലാവരും അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ 10-25 പെണ്ണുങ്ങളുണ്ട്. എല്ലാവരും കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന ചേച്ചിമാരും പിള്ളേരും എല്ലാവരും സലാഡിൻ്റെ പരിപാടിയാണ്. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ ഈ പാടവും വരമ്പും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ചുമ്മാണ് കേട്ടോ. അവർ നല്ല സപ്പോർട്ടാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടോ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നടന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വാഴത്തോപ്പിലാണ്. ഈ വാഴത്തോപ്പിൻ്റെ കുടം മറിഞ്ഞ മിക്കവാറും എല്ലാവരും കൂടെ ചവിട്ടി വെളിയിൽ കളയും. പക്ഷേ അയാൾ വരുന്നുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാണ്. കുറച്ച് നേരം ഈ പാടത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മളിനി തിരിച്ചു പോകാൻ പോവാണ്. ഈ മഞ്ഞപ്പൂക്കൾ എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ടാണ്. പണ്ട് ഓണത്തിന് ഈ പൂവിന് വേണ്ടി തല്ലും പിടിയും കൂടിയിട്ടുള്ള ടീംസാണ് ഞങ്ങൾ. ഇന്നത്തെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്ത് നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാള സിനിമയുടെ തറവാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഞാൻ വിശദമായിട്ട് പറയണോ? വേണ്ടല്ലേ. നമ്മുടെ വരിക്കാശ്ശേരി മന, സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മന, ഇത് ഞാൻ നേരിട്ട് കാണുന്നത്. സത്യം പറയല്ലോ, ഒരു രക്ഷയുമില്ല. അതേപോലെ ഈ മനക്കകത്ത് ആർക്കും വന്ന് കയറാൻ പറ്റില്ല. ഒരാൾക്ക് 50 രൂപ ചാർജ് ഇവിടെ ഈടാക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് അത് തൽക്കാലത്തേക്ക് ഒരു പൂട്ടിയിട്ടേക്കാണ്. എന്തൊക്കെയോ പണി നടക്കണമെന്നോ എന്താണ് ഒരു ഐഡിയ ഇല്ല. മുകളിലോട്ട് കയറാൻ പറ്റില്ല. താഴത്തെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോരാ. ഈ മന ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഈ മനയിൻ്റെ അകത്തുള്ള ഓരോ മുറികളും നമുക്ക് കാണാപ്പാടാണ്. കാരണം ഒരുപാട് മലയാള സിനിമകളിലൂടെ നമ്മൾ ആ മുറികളെല്ലാം കണ്ടിട്ടുണ്ട്. ദേവാസുരം, നരസിംഹം, ആറാം തമ്പുരാൻ, രാപ്പകൽ എന്നുവേണ്ട ഒരുപാട് മലയാള സിനിമയുടെ ലൊക്കേഷനാണ് നമ്മുടെ വരിക്കാശ്ശേരി മന. നമ്മളിപ്പോൾ മനയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല. എന്തൊരു തണുപ്പാണെന്നറിയുമോ? ഈ കതവൊക്കെ തൊട്ടാൽ പോലും അനങ്ങുന്നില്ല. അത്രയ്ക്ക് വെയിറ്റാണ്. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇതിനകത്ത് ആൾക്കാരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് തെറ്റായിരുന്നെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി. ഈ ഡോറാണെന്നോ ഒന്നോ മുകളിലോട്ട് പോകുന്നത് അറിയില്ല. മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. ആ ഭാഗം പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ഈ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആവശ്യം പോലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. പുറത്തുള്ള ചൂട് ഇതിനകത്ത് അനുഭവപ്പെടുന്നതേയില്ല. കാരണം ഇതിനകം നല്ല തണുപ്പാണ്. ഈ ഓരോ ഡോറും ഓരോ കിൻഡിൽ വെയിറ്റ് ഉണ്ട്. എങ്ങനെയാണോ ഈ മനുഷ്യന്മാർ ഈ ഡോറ് തുറന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അത്രയ്ക്ക് വെയിറ്റാണ് ആ ഡോറുകൾ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു. പുറത്ത് നിൽക്കുന്നവരെല്ലാവരും വീഡിയോയും റീൽസും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഈ മന മാത്രം ഒന്ന് കണ്ടാൽ മതി. നമ്മൾ കുറേ നേരം ഈ ചിത്രത്തിൽ നോക്കി നിന്നു. ഇതിലൊരു കഥ തന്നെയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ നിന്നു. ഇതിനിടയിൽ എൻ്റെ കൂടെ വന്നവരെല്ലാവരും മിസ്സായിപ്പോയി. ഇനി അവരെ ഞാൻ തപ്പിപ്പിടിക്കണം. നമ്മുടെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.